വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചോ ഒരു ധാരണയും ഉണ്ടായില്ല. മറിച്ച് റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും ഒക്കെ തന്നെ പാർട്സുകളും അതുപോലെ തന്നെ സംയുക്ത ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ട് അത് റഷ്യയിലേക്ക് കയറ്റി അയക്കുക എന്ന കാര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ കരുത്ത് എന്തെന്ന് തെളിയിക്കുന്നതിൽ വലിയൊരു അവസരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യ ആയുധ നിർമ്മാണം 46,000 കോടിയിൽ നിന്നും 1,50,000-ത്തിലധികം കോടിയായി ഉയരുകയാണ് ഉണ്ടായത്. ഇതിൽ 33,000 കോടിയും ഉൽപാദനം നടത്തിയെന്ന് സ്വകാര്യ കമ്പനികളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യം എന്നതിൽ തന്നെ അതിൽ നിന്നും പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും ചെയ്യുന്ന രാജ്യമെന്ന ഒരു ലേബലിലേക്ക് മാറാൻ ഇന്ത്യ ഇഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ റഷ്യൻ പ്രതിരോധ രംഗത്തെ പല ഉപകരണങ്ങളും വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും ഇന്ത്യ അതിൽ അത്ര വലിയ താല്പര്യം കാട്ടിയില്ല എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. Su-57 എന്ന 5ാം തലമുറ യുദ്ധവിമാനം, S-500 എന്ന വ്യോമ പ്രതിരോധം തുടങ്ങിയവ ഇന്ത്യക്ക് വാങ്ങിപ്പിക്കാൻ റഷ്യൻ സംഘം കഠിന പ്രയത്നം നടത്തിയിരുന്നു. റഷ്യൻ സംഘം ഇന്ത്യയിൽ നിന്നും ഇക്കാര്യത്തിൽ ശതകോടികളുടെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ സ്വന്തമായി തന്നെ ആയുധങ്ങളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ സംസാരിക്കവേ, അതായത് പ്രതിരോധ രംഗത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ പ്രതികരിക്കുന്നത്. വൻതുക ചിലവാക്കുന്ന ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിലെ ഇന്ത്യ അക്കാര്യത്തിൽ മുതിർന്നില്ല. അതേപോലെ തന്നെ പകരം റഷ്യയുടെ ആയുധങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണി അപ്പാടെ ഇന്ത്യ ഏറ്റെടുക്കുന്ന കരാറാണ് ഉണ്ടായിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് റഷ്യയുടെ യുദ്ധവിമാനങ്ങൾക്കും യുദ്ധ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും വേണ്ട ഘടക പദാർത്ഥങ്ങളും അതുപോലെ തന്നെ സംയുക്ത ഭാഗങ്ങളും എല്ലാം തന്നെ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ട് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യും എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നതിനാലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ ഇതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ വലുതും കരുത്തുറ്റതും വേഗം കൂടിയതുമാക്കണമെന്ന അഭിപ്രായക്കാരൻ കൂടിയാണ് രാജ്നാഥ് സിംഗ്. അതേപോലെ തന്നെ റഷ്യയുടെ Su-57 എന്ന 5ാം തലമുറ യുദ്ധവിമാനമോ S-500 എന്ന പുത്തൻ വ്യോമ പ്രതിരോധ സംവിധാനമോ ഒന്നും തന്നെ വാങ്ങാൻ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഇന്ത്യ റഷ്യ ധാരണയുണ്ടായിട്ടില്ല. പക്ഷേ അതിനേക്കാൾ ശ്രദ്ധേയമായ പ്രതിരോധ രംഗത്ത് ഇനി നടക്കാൻ പോകുന്ന മേക്ക് ഇൻ ഇന്ത്യ വിപ്ലവം തന്നെയായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി തന്നെ സഹകരിച്ചുള്ള ഉൽപാദനം എന്നതിനേക്കാൾ 100% സ്വന്തമായുള്ള ഉൽപാദനം എന്നതിനെക്കുറിച്ചാണ് ഇന്ത്യ ആലോചിക്കുന്നത്. വളരെ ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ പുറത്തു വന്ന ഇന്ത്യ റഷ്യ ധാരണയാകട്ടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അതേപോലെ തന്നെ റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും പാർട്സുകളും മറ്റ് ഭാഗങ്ങളും കൊണ്ട് അത് നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് റഷ്യയിലേക്ക് കയറ്റി അയക്കുക എന്നത് ഇന്ത്യക്ക് വളരെയധികം ഉത്സാഹം നൽകുന്ന കാര്യമായി മാറുന്നു. ഇത് ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് വലിയ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ള രാജ്യമായി തന്നെ ഭാവിയിൽ മാറുകയും ചെയ്യും. ഇപ്പോഴേ ആയുധ നിർമ്മാണ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ നടപ്പാക്കി കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെ വലിയൊരു കുതിപ്പിലേക്കാണ് ഇന്ത്യ ഊർജം പകർന്നുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഭാരത് ഫോൺസ് അതുപോലെ തന്നെ മറ്റ് കമ്പനികളെല്ലാം തന്നെ ഇതിന്റെ കീഴിലേക്ക് എത്തുന്നു എന്നതാണ് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.